ശ്രീ കെ ശബരിനാഥൻ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തോ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നവർ, അത് മുട്ടിലിഴഞ്ഞാണെങ്കിലും കിടന്നുരുണ്ടാണെങ്കിലും വെയിലത്ത് നിന്നാണെങ്കിലും മഴ കൊണ്ടിട്ടാണെങ്കിലും ജലപീരങ്കി ഏറ്റിട്ടാണെങ്കിലും ടിയർ ഗ്യാസ് ഏറ്റിട്ടാണെങ്കിലും സമരം ചെയ്തവരാരും വിജയിച്ച ചരിത്രമില്ല എന്നൊരു അമിത ആത്മവിശ്വാസമുണ്ടോ സർക്കാരിന്? അല്ല, ആ ഒരു ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് ഇത്രയും നിഷ്ഠൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നത്. ആദ്യമേ തന്നെ ഈ ആശാ വർക്കേഴ്സിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഈ സാധാരണ ആളുകൾ കൂടുതൽ അറിയേണ്ടതുള്ളതെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ നമ്മൾ ഒരു ദിവസം ഏകദേശം 10-15 പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ സർക്കാരിന് വേണ്ടിയും നാടിന് വേണ്ടിയും ചെയ്യുന്നത് ആശാ വർക്കർമാരാണ്. ഒരിക്കലും തീരാത്ത, ഞാനൊരു ജനപ്രതിനിധിയാണെന്ന് എനിക്കറിയാം, ഒരിക്കലും തീരാത്ത റിപ്പോർട്ടുകളും കണക്കുകളും ഈ പ്രൈവറ്റ് കമ്പനിയിൽ കണ്ട് വർക്ക് ചെയ്തതിനേക്കാളും കൂടുതൽ വർക്ക് ചെയ്ത ആളുകളാണ് ആശാ വർക്കർമാർ. അവർക്കുള്ള ഈ ഫോൺ ഉൾപ്പെടെയുള്ള ഡേറ്റ ഇൻസ്റ്റാൾ ചെയ്ത് ഡേറ്റ അതിനകത്ത് പഞ്ചിൻ ചെയ്ത് ഓരോ വീടുകളും ചെന്ന് ഇപ്പോൾ പ്രസവിക്കാനുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് അവർക്കുള്ള സമാശ്വാസം അടക്കം നൽകുക, ഹോസ്പിറ്റലിൽ പോവുക, പഞ്ചായത്തിൽ പോവുക, എല്ലാ സ്പെഷ്യൽ പദ്ധതികൾ നടപ്പിലാക്കുക, അതിനോടൊപ്പം പ്രോജക്റ്റുകൾ കൊണ്ടുവരിക. കോവിഡ് പോലത്തെ സമയത്ത് വീട് തോറും മറ്റെല്ലാവരും വീട്ടിൽ പേടിച്ചിരുന്നപ്പോൾ വീട് തോറും സ്വന്തം സുരക്ഷ നോക്കാതെ പോവുക. അങ്ങനെ പോകുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ 8-10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു ഓണററിയുമാണ്, ശമ്പളമാണ് ഈ പറഞ്ഞ ഏകദേശം പറഞ്ഞൊരു വർഷം കിട്ടുന്ന 10,000. ഞാൻ മിനിയിൽ നിന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുന്നത് ഈ സമീപനമാണ് ഏറ്റവും സാധാരണക്കാരായ ആളുകളോട് എന്നത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഈ ലക്ഷങ്ങളുടെ കണക്ക് പറഞ്ഞു തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോ ഇത്രമേൽ, അതായത് ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളോടും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്ന സർക്കാർ, ശരിയാണ്, കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന സ്കെയിലാണ്, ജുഡീഷ്യൽ വിഭാഗത്തിലുള്ള ആളുകളുടെ സമാനമായ സ്കെയിലാണ്, അതുകൊണ്ട് വർധന എന്ന് പറയുന്നത് സ്വാഭാവികമാണ് എന്നൊരു ന്യായീകരണം അപ്പുറത്തുണ്ടാകാം. പക്ഷെ അവിടെയും ഈ പറയുന്ന എല്ലാ വിഭാഗത്തിലുള്ള റേഷൻ കടക്കാരോട്, ക്ഷേമ പെൻഷൻ കിട്ടാത്ത മനുഷ്യരോട്, സർക്കാർ ജീവനക്കാരോട്, ആശാ വർക്കർമാരോടൊക്കെ പറയുന്ന ഒരു കാരണമുണ്ടല്ലോ, സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത്. അത് പറഞ്ഞാൽ കേൾക്കാൻ കഴിയാത്തവരാണോ ഈ പറയുന്ന PSC അംഗങ്ങൾ എന്ന് പറയുന്നത്? ഈ സർക്കാരിന് ബന്ധപ്പെട്ട ആളുകൾക്കല്ലാതെ, സർക്കാരിൻ്റെ ധൂർത്തും ആഡംബരത്തിലും അവരുടെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതല്ലാതെ ബാക്കി എല്ലാ ആളുകളുടെയും കാര്യത്തിൽ ഈ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിയാണ്. നേരത്തെ പറഞ്ഞ റേഷൻ കടക്കാരുടെ സമരം ഉണ്ടായി, ഈ പറഞ്ഞ ഹെൽത്ത് വർക്കേഴ്സ്, ആശാ വർക്കർമാരുടെ സമരം ഉണ്ടായി. ഇവിടെ ചെറുകിട കോൺട്രാക്ടർമാർ 10-10,000 കോടി രൂപയുടെ ചെറിയ കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കാത്തതുണ്ട്. ഈ ചെറിയ കോൺട്രാക്ടർ 5 ലക്ഷം രൂപയുടെ ബില്ല് മാറിയാൽ മാത്രമാണ് അവൻ്റെ കൂടെയുള്ള 2 ആളുകൾക്കോ 3 ആളുകൾക്കോ എന്തെങ്കിലും ജോലി കിട്ടാൻ പോകുന്നത്, അവനെന്തെങ്കിലും പൈസ കിട്ടുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇത് മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷണൽ സംവിധാനങ്ങൾ, ഇവിടെ കാരുണ്യ പദ്ധതി നിലച്ചിരിക്കുകയാണ്. 10,000 കോടി രൂപയുടെ ഡ്യൂ ഇപ്പോഴാണ് ക്ലിയർ ചെയ്തത്. അതേപോലെ തന്നെ ലൈഫ് പദ്ധതി 20% മാത്രമാണ് പണമില്ലാത്തതുകൊണ്ട് ചിലവാക്കിയിട്ടുള്ളത്. ഇവിടെ എല്ലാ സർക്കാർ പദ്ധതികൾ, ഏറ്റവും ജനങ്ങൾക്ക് ആശ്വാസം വേണ്ട സർക്കാർ പദ്ധതികൾ, ആദിവാസി മേഖലയടക്കം, പിന്നോക്ക മേഖലയിലെ സ്റ്റൈപ്പൻഡ് അടക്കം 50% പ്ലാൻ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാന ആളുകൾക്കും സാധാരണ ആളുകൾക്കുമുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള പണമില്ല. പക്ഷേ സർക്കാരിന് താല്പര്യമുള്ള PSC മെമ്പർമാരടക്കമുള്ള ഈ സ്പോൺസേർഡ് പൊസിഷനുള്ള ആളുകൾക്കുള്ള ശമ്പളം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അത് PSCയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രിക്ക് പുകഴ്ത്തി പാട്ട് എഴുതിയ തിരുവനന്തപുരത്തെ നമ്മുടെയൊക്കെ നെടുവങ്ങാട്ടുകാരനായ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് ഏതാണ്ട് സ്ഥിരം ഇവിടെ വീണ്ടും ജോലി എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുകയാണ്. അവർക്ക് താല്പര്യമുള്ള ഉദ്യോഗസ്ഥർക്ക്. കിഫ്ബിയുടെ CEO ശ്രീ KM ഇബ്രാഹിം സാറ് IAS ഉദ്യോഗസ്ഥനാണ്, മുൻ ചീഫ് സെക്രട്ടറിയാണ്. 7 വർഷമായിട്ട് റിട്ടയർമെന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന് തതുല്യമായിട്ടുള്ള 3 ലക്ഷം രൂപ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്യാൻ വേറെ ആളുകൾ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. താല്പര്യമുള്ള ആളുകളെ സംരക്ഷിക്കുക, താല്പര്യമില്ലാത്ത ആളുകൾ എന്തു പറഞ്ഞാലും ഇവർ സമരം ചെയ്ത് പോകുന്നൊരു ധാരണ ഇവർക്കുണ്ട്. കഴിഞ്ഞ 1ാം സർക്കാരിൻ്റെ സമയത്ത് യൂത്ത് കോൺഗ്രസ് ഞാനും ഒക്കെ അടക്കം സമരം ചെയ്ത PSC വിഷയം, അതിനുശേഷം എന്തു മാറ്റമുണ്ടായി? ഇവിടെ PSC കാരണം ഗുണം കിട്ടുന്നത് പാവപ്പെട്ട PSC എഴുതുന്ന ആളുകൾക്കല്ല, ഈ പറഞ്ഞ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ശമ്പളം കിട്ടി വളരെ നല്ല പൊസിഷനിൽ അതിൽ വരുന്ന ആളുകളും, ഞാൻ അത് അനുബന്ധ കാര്യമല്ല, വരുന്ന ആളുകൾക്ക് എന്ത് മെറിറ്റാണുള്ളത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് 50% അംഗങ്ങളാണ് സർവീസിലുള്ളവര്. മറ്റുള്ളവർ എന്ന് പറയുന്നത് നോമിനേറ്റഡ് ആയ അംഗങ്ങളാണ്. ഇന്ന ക്വാളിഫിക്കേഷൻ വേണമെന്നില്ല, ഇത്ര പ്രവൃത്തി പരിചയം വേണമെന്നില്ല, ഇന്ന മേഖലയിൽ പ്രവർത്തിച്ചവരാകണമെന്നില്ല, ആകെ വേണ്ടത് ഒരു നോമിനേഷൻ എന്നുള്ളത് മാത്രമാണ് എന്ന ഇടത്താണ് ഈ പറയുന്ന ആരോപണങ്ങൾക്കൊക്കെ ശക്തി കൂടുകയും ചെയ്യുന്നത്.